ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അകത്തെ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ദേഷ്യപ്പെട്ട് അനി പുറത്തോട്ട് വരികയാണ്. കൂടെ അനാമികയുണ്ട്. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, നമ്മൾ ശത്രുക്കളാണ്, അപ്പോൾ പിന്നെ ഞാൻ ആരുടെ കൂടെ പോയാലും നിനക്കെന്താടി പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പകരം അവൾ ഈ വീട്ടിലോട്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നീ പോയതിന് ശേഷം ഇവിടെ ആര് വന്നാലും നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് ഞാൻ സമ്മതിച്ചു തരത്തില്ല എന്ന്. അന്നേരം അനി പറയും, നന്ദു ഇങ്ങോട്ട് പോലീസായിട്ട് വരട്ടെ, നിൻ്റെ അച്ഛനും അമ്മയും അങ്ങ് സ്റ്റേഷനിൽ കൊണ്ട് ഉരുട്ടും, അതിനുള്ള വകുപ്പും ഒക്കെ അവളുടെ കയ്യിലുണ്ട്, അവരത് ചെയ്തും വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അയ്യോ നീ എന്താ പറഞ്ഞേ, അവൾ പോലീസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്യുമെന്നോ? എടാ, അവൾ ഇനി പോലീസാകാനൊന്നും പോകുന്നില്ല, നീ വെറുതെ നോക്കിയിരിക്കേണ്ട എന്ന് പറയുമ്പോൾ, അവൾ ഇവിടുന്ന് ടെസ്റ്റും പാസ്സായി ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ പോലീസാകുക തന്നെ ചെയ്യുമെന്ന് അനി പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൾക്ക് അവിടെ ഒരു ഫിറ്റ്നസ്സും കാണില്ല, അവൾ അവിടെ ചെന്ന് ഒന്നും ചെയ്യത്തുമില്ല, അതുകൊണ്ട് അവൾ അവിടുന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അത് നിനക്കെങ്ങനെയാ അറിയാവുന്നതെന്ന്. അന്നേരം അവളുടെ സ്വഭാവം വെച്ച് നമുക്ക് ഊഹിക്കാമല്ലോ എന്നാണ് അനാമിക പറയുന്നത്. അന്നേരം അനി പറയുന്നുണ്ട്, നന്ദു അങ്ങനെയൊന്നുമല്ല, അവൾ ഏത് സാഹചര്യത്തിൽ പോയി പെട്ടാലും ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പഠിച്ചവളാണ്, അതുകൊണ്ട് അവൾ പോലീസായിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, അവളെ പുകഴ്ത്തുന്ന നിൻ്റെ ഈ നാവുണ്ടല്ലോ, അതങ്ങ് അടക്കി വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ ബഹളം അകത്തും അറിയും എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അതെനിക്കറിയാം, നിന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പുറത്തേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ, പോടാ, ഇനി നേരെ നീ ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ചെല്ല്, അതാണല്ലോ നിനക്കിഷ്ടം എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, പോകും, വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോകും, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അനി പോകുന്നത്. അവിടെ പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമുണ്ട് കേട്ടോ അനാമികയ്ക്ക്. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന ചന്തമോളുടെ തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. മോളെ 5 വയസ്സാകുമ്പോഴത്തേക്ക് സ്കൂളിൽ ചേർക്കണമല്ലോ, അതുകൊണ്ട് മോളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അനഘയുടെ അടുത്ത് പോയതാണ്. അപ്പോൾ അനഘയ്ക്ക് എടുക്കാൻ മേലാത്തതുകൊണ്ട് അവരുടെ ഷെൽഫൊക്കെ പരിശോധിച്ച് അന്നേരമാണ് കിട്ടിയത്. അതുകൊണ്ട് നയനയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എങ്ങനെയാണ്, അനഘയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന്. അന്നേരം ആദർശ് പറയും, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, അങ്ങനെ തന്നെ കിടക്കുന്നു, എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്ന് പറയുമ്പോൾ, അയ്യോ ആദർശേട്ടാ അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ ബലമായ സംശയം എങ്ങനെയെങ്കിലും അനഘ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് എന്ന് പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ തിരിച്ചു വന്നാൽ ഇനി ചന്തുമോളെ വിട്ടുകൊടുക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കുന്നു. അന്നേരം മോളുടെ പിറന്നാൾ 2 ദിവസം കഴിയുമ്പോൾ മോളുടെ പിറന്നാളാണെന്ന് അറിയുന്നു. അങ്ങനെ അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ 2 പേരൂടെ. അന്നേരം മോൾ ഇതിനു മുമ്പ് ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ച് കാണില്ല, നമുക്കിതൊരു വലിയ സംഭവം ആക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഇതിനിപ്പോൾ അടുത്ത പ്രശ്നത്തിന് കാരണമാകുമോ എന്ന്. അന്നേരം ആദർശ് പറയും, അതിനി എന്ത് പ്രശ്നം ഉണ്ടാകാനാ, ഒരു പ്രശ്നം ഉണ്ടാകില്ല, കാരണം ചന്തുമോൾ ഈ വീട്ടിലെ കൊച്ചുമോളാണ്, അത് അബിയുടെ മോളാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അത് അബിയുടെ മോളല്ലേ, അത് അവൻ അറിയുകയും ചെയ്യാം, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് മോൾക്ക് കൊടുക്കുമായിരിക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം എന്ന് ആദർശ് പറയുന്നുണ്ട്. അതിനുശേഷം ഈ വിശേഷം മോളോട് പറയട്ടെ എന്ന് പറഞ്ഞ് നയന താഴോട്ട് വരുക. ഈ സമയം മോൾ മുത്തശ്ശൻ്റെ അടുത്തിരുന്ന് കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നയന വന്നിട്ട് ചോദിക്കും, മോളുടെ ബർത്ത്ഡേ എന്നാണെന്ന്. അന്നേരം മോള് ജൂലൈ 10 എന്ന് പറയുവാണ്. അന്നേരം ആഹാ, അതങ്ങ് അടുത്തല്ലോ, നമുക്കതൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് മോളുടെ ബർത്ത്ഡേ എങ്ങനെയാണോ ആഘോഷിച്ചത് അതിനേക്കാൾ ഗംഭീരമാക്കണം എന്ന് പറയുമ്പോൾ, അത് ഞങ്ങൾ ഏറ്റു മുത്തശ്ശ, ഞങ്ങളത് പറയാൻ വേണ്ടിയാണ് വന്നത്, ഇതിനുശേഷം മോളെ സ്കൂളിൽ ചേർക്കണം, 5 വയസ്സ് തികയാണ് എന്ന് പറയുമ്പോൾ അന്നേരം മുത്തശ്ശി പറയുക, അമ്മയുടെ സ്ഥാനത്ത് അനഘയുടെ പേരെഴുതാം, അച്ഛൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നയന പറയുവാണ്, ചാന്ദിനി എന്ന് കൊടുക്കാം. അന്നേരം അബി എന്താണെങ്കിലും ആദർശന് എന്താണെങ്കിലും ഭാവിയിൽ അത് അങ്ങനെ തന്നെ കിടന്നോളൂ എന്ന് പറയാം. അന്നേരം മുത്തശ്ശൻ പറയും, കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറയുക. അന്നേരം മുത്തശ്ശി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ, മോളെ പിറന്നാളല്ലേ, അനഘയെ കൊണ്ട് കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെ കൊണ്ട് കാണിച്ച അനഘയ്ക്ക് ഭയങ്കര സങ്കടമാകും, അത് വേണ്ട എന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് മോളോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നക്ഷത്രവും തോരണവും ഒക്കെ
മേടിച്ചുകൊണ്ട് വരാം, നമുക്ക് ഈ വീട് മൊത്തം ഒന്ന് അലങ്കരിച്ച് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി നല്ല സെറ്റപ്പ് ആക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് മോൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പിന്നെ നന്ദുവിൻ്റെ അടുത്തും പോകുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോടും മുത്തശ്ശനോടും പറഞ്ഞിട്ടാണ് നയന അവിടുന്ന് പോകുന്നത്. പിന്നീട് നന്ദുവിനെ കാണിക്കുന്നു. നന്ദു ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. നേരെ തുഷാര പറയുന്നുണ്ട്, ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും നീയാണ് ബെസ്റ്റായിട്ട് പുറത്തു പോകേണ്ടത്. പക്ഷേ ആ ട്രെയിനർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അയാളുടെ ആ സൂക്കേടങ്ങ് തീരാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കുന്ന റിപ്പോർട്ടിൽ അയാൾ സൈൻ ചെയ്തിരിക്കാൻ അയാളുടെ കൈയും കാലും തല്ലി ഒടിച്ചോ എന്ന് ചോദിക്കുകയാണ്. നേരം നന്ദു നേരം പറയും, ആകെ വിഷമമാണ്. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട, എന്തെങ്കിലും പരിഹാരം കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് ചെന്ന് തുറക്കുമ്പോൾ ആദർശ് നയനയാണ് കേട്ടോ. തുഷാര തുറക്കുന്ന ഭയങ്കര സന്തോഷത്തോടെ. അവർക്ക് തുഷാര ഇങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ആദർശിൻ്റെ നയനയുടെയൊക്കെ. അന്നേരം ദേ നിന്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നന്ദു ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് എന്തൊരു സർപ്രൈസ് ആയിട്ടാണ് നിങ്ങൾ വന്നത്, ഒന്ന് വിളിച്ച് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതാ നല്ലത് എന്ന് പറയും. എന്നിട്ട് ചോദിക്കും എങ്ങനെയാ ഇതിൻ്റെ അകത്ത് കടന്നതെന്ന്. അന്നേരം പറയും സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറയും. എന്നിട്ട് എങ്ങനെയുണ്ട് മോളെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തുഷാരയാണ് പറയുന്നത് ഒരു രക്ഷയില്ല, ഇവളെ കാണുന്നത് അയാൾക്ക് ദേഷ്യം വരും, ഒരു തരം സാഡിസ്റ്റ് പെരുമാറുന്നത് പോലെയാണ് അയാൾ പെരുമാറുന്നത്. ബാക്കി എല്ലാവർക്കും വിശ്രമിക്കാൻ സമയം കൊടുത്താലും നന്ദുവിന് അങ്ങനെ സമയമൊന്നും കൊടുക്കില്ല. അവൾ എക്സസൈസ് ഒക്കെ ചെയ്ത് മടുത്തു, ചോര ഛർദ്ദിക്കും എന്ന അവസ്ഥ വന്നാലും അയാൾക്ക് സന്തോഷമാണ്, വീണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യുന്നത് നന്ദുവാണ്, പക്ഷേ അയാൾ അത് കാണുന്നില്ല, മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ തുഷാര പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് കരുതി തന്നെയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് കറക്റ്റ് അനി വന്നത്. അത് അയാൾ വലിയ പ്രശ്നമാക്കി എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഒരു കണക്കിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് അനി വന്നത് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളിവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയില്ലായിരുന്നു എന്ന് പറയും. അന്നേരം ആദർശ് പറയും ഇനി നമുക്കൊന്ന് പുറത്ത് പോകാം, ഇന്ന് സൺഡേ അല്ലേ, അവിടെ പുറത്ത് നിന്ന് സംസാരിക്കുക എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം എന്നും പറഞ്ഞ് ഇങ്ങനെ നന്ദു അങ്ങോട്ട് പോവാം. അന്നേരം അവർ പറയാൻ വിളിക്കുന്നുണ്ട് കേട്ടോ തുഷാരെ. അപ്പോൾ തുഷാര പറയും വേണ്ട, നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുള്ളതല്ലേ, ഞാൻ വരുന്നില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് യൂണിഫോം ഒക്കെ ഇട്ടതിന് ശേഷം ഇടയ്ക്കൊന്ന് വീട്ടിലൊക്കെ വരണം കേട്ടോ എന്ന് പറയുമ്പോൾ വരാം എന്ന് പറയുന്നുണ്ട് തുഷാര. ഏതായാലും അവർ പുറത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദർശനോട് പറയുന്നുണ്ട്. പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ലല്ലോ നന്ദു, അതുകൊണ്ട് ഞാനൊന്ന് മുത്തശ്ശനെ വിളിക്കട്ടെ എന്ന് പറയുവാണ് ആദർശ്. അങ്ങനെ ആദർശന് മുത്തശ്ശനെ വിളിക്കുന്നു. മുത്തശ്ശനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. നേരെ മുത്തശ്ശൻ ചോദിക്കും അതെന്താ ആ ട്രെയിനർക്ക് അത്രയ്ക്ക് നന്ദുവിനോട് വൈരാഗ്യം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷേ അയാൾ എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്താക്കാനായിട്ടാണ് നോക്കുന്നത്. ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞ് മിക്കവാറും പുറത്താക്കും. ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റണമല്ലോ, കാരണം 4 ആണുങ്ങൾ വന്നാൽ പോലും അവരെ അടിച്ചിടാൻ കരുത്തുള്ള ഒരു പെൺകുട്ടിയാണ് നന്ദു, അവളെ പോലെ ഉള്ളവരാണ് പോലീസ് ആകേണ്ടത്. അങ്ങനെ അവളെ അവിടുന്ന് പുറത്താക്കുമെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടോളാം, മോളോട് സമാധാനമായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളാം പറയുന്ന മുത്തശ്ശൻ പറയും. അന്നേരം മുത്തശ്ശൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അനി അങ്ങോട്ട് വരുന്നുണ്ടേ. മുത്തശ്ശൻ കാണുന്നില്ല, മാറി നിന്നാണ് കേൾക്കുന്നത്. അനിക്ക് ഭയങ്കര സന്തോഷമായി. ഏതായാലും ആദർശേട്ടൻ ഞാൻ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശ എന്ന് പറഞ്ഞ് അവിടുന്ന് നന്ദു ഇങ്ങനെ വിളിക്കുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾ പേടിക്കൊന്നും വേണ്ട, മോൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, മോളുടെ കടമകൾ മോൾ വൃത്തിയായിട്ട് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ നന്ദുവിന് ഭയങ്കര സന്തോഷമാകുവാണേ. അവർ പുറത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം അവർ ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക എന്താ പ്രശ്നമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവിടെ ട്രെയിനിങ് ക്യാമ്പിൽ നന്ദുവിൻ്റെ ട്രെയിനർ അത്ര ശരിയല്ല എന്ന് അവൾ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അയാളിങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടത് എന്ന് പറയും. അതെന്താ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകില്ലല്ലോ, ഇദ്ദേഹത്തിന് ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ പരിചയമുള്ളതല്ലേ, അതൊന്നും പരിഹരിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പരിഹരിക്കണം, ഞാൻ ഇതുവരെ ആരെയും ശുപാർശയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല, പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ശരിയാകുകയില്ല, നന്ദു ഒരു പോലീസായി തന്നെ പുറത്തേക്ക് വരണം, അവളെ അവിടുന്ന് പുറത്താക്കാൻ ആ ട്രെയിനർ അവിടെ ഉണ്ടാകരുത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോഴേക്ക് അനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കാണിക്കുന്നത് നയനയും ആദർശം കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണ്. നയനയും ആദർശം നന്ദു ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, ഇതിനെല്ലാം മൂല കാരണം അഭിയാണ്, അവൻ്റെ അമ്മയുമാണ്, അവരുള്ളിടത്തോളം കാലം വീട്ടിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നു.
എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, അനി ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിളിക്കാറുണ്ട്, അന്നേരം ഞാൻ എടുക്കാറില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ടാണല്ലോ അവൻ ഇവളെ കാണാനായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നത് എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്നെ അവൻ ഫോൺ വിളിക്കും, ഇനിയും ചിലപ്പോൾ വിളിച്ചു നിന്നിരിക്കും. ആ ഒരവസ്ഥ മാറണമെങ്കിൽ അനിയെ അനാമിക സ്നേഹിക്കണം, അതിന് നിങ്ങൾ ആരും ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾ ശ്രമിക്കാറൊക്കെ ഉണ്ട്, അവളെ ഉപദേശിക്കാൻ ചെന്നാൽ ആദ്യം ഞങ്ങൾ നന്നാകുമെന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അതിനിപ്പോൾ ആദർശിൻ്റെ മേലെ വീണ് കിട്ടിയ ഒരു കാരണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുവാണ്, അതിനെപ്പറ്റി ഒന്ന് ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ സംഭവം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ആദർശത്തിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ല എന്ന്. അമ്മയോട് ഞാൻ ആ കാര്യം പറഞ്ഞായിരുന്നു എന്ന് പറയും. എന്നിട്ട് ചോദിക്കുകയാണ്, അതെ, ഈ വിഷയത്തിൽ അബിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കും. അന്നേരത്തേക്ക് നയന അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് പറയും. അന്നേരം അല്ല, എനിക്ക് അന്നേരം ഒരു സംശയം തോന്നിയിരുന്നു, അവിടുന്ന് വിളിക്കുമ്പോൾ അഭിയേട്ടനെ പറ്റി ഇങ്ങനെ ഭയങ്കര പുകഴ്ത്തലാണ് അമ്മ, നവ്യ ചേച്ചി പൊന്നു പോലെയാണ് നോക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. എപ്പോഴും കരയുന്നത് ആദർശേട്ടൻ്റെ കാര്യം പറഞ്ഞാണ് എന്ന് പറയുമ്പോഴേക്കും മോളെ നീ ആ വിഷയമൊക്കെ വിടുക, നീ ഭക്ഷണം കഴിക്കുക എന്ന് പറയുവാണ് നയന. അന്നേരത്തേക്കാണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി ഇങ്ങനെ വിളിക്കുന്നത്. അന്നേരം അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് എന്നിങ്ങനെ പറഞ്ഞ് മടിച്ച് നിൽക്കുവാട്ടോ നന്ദു. അന്നേരം ആ ഫോൺ അങ്ങ് മേടിക്കുമ്പോഴേക്കും മുഖമൊക്കെ അങ്ങ് ചുമന്ന്, നമ്മുടെ നയനയുടെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് തുടിക്കും. എന്നിട്ട് ഫോൺ സ്പീക്കറിലിട്ടിട്ട് നീ സംസാരിക്കുമെന്ന് പറയും. ഹലോ എന്നിങ്ങനെ നന്ദു വെക്കുന്നത് ഈ നടന്ന സംഭവങ്ങൾ മൊത്തം അനി അങ്ങോട്ട് പറയുക കേട്ടോ. ആദർശേട്ടനെ നയനേച്ചി ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു, അവർ മുത്തശ്ശനെ വിളിച്ച് മുത്തശ്ശൻ്റെ നിൻ്റെ കാര്യം ഏറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി നീ വിഷമിക്കുമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് നയന പറയും. എന്നിട്ട് അന്നേരം ആദർശ് പറയുന്നുണ്ട്, എടാ ഈ കാര്യങ്ങളെല്ലാം ഞാനല്ലേ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞത്, നേരെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാലോ, ഞാനത് അവളോട് പറഞ്ഞോളാം, നീ ഇതിനു വേണ്ടി വിഷമിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ നിങ്ങൾ അവളുടെ അടുത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ നാട് വിട്ടുപോയി, വെക്കട ഫോൺ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അതെ, ഇങ്ങനെയുള്ള കാര്യം പറയാൻ വേണ്ടി ഒന്നും നന്ദുവിനെ ഇനി മേലെ വിളിച്ച് ശല്യം ചെയ്തേക്കരുത് എന്ന് പറയുക. ഇല്ല ഏട്ടത്തി എന്ന് പറഞ്ഞ് അനി ഫോൺ വെക്കുകയും ചെയ്യുവാണ്. പിന്നെ അവരുടെ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.